ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എസ്റ്റോണിയയിലാണുള്ളത്. ഇപ്പോൾ സമയം രാവിലെ 8:30 മണിയാണ്. സൂര്യൻ ഉദിച്ചിട്ടില്ല. അപ്പോൾ ഈ കൂരിയുടെ അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ കഫേയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ തുറക്കില്ലാന്ന്. തിരിച്ച് റൂമിൽ വന്ന് പിന്നെ സമയമായപ്പോൾ വീണ്ടും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്നത്തെയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ്. ഇന്നലെ നമ്മൾ ഇന്നത്തേക്കായിട്ട് ഒരു 8 സീറ്റർ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലേക്കാണ്. റിഗയിലെത്തുന്നതിനിടയിലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമ്മളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ജഗല വാട്ടർഫാൾ ആണ്. ജഗല എന്ന് തന്നെയാണോ പ്രൊനൗൺസിയേഷൻ എന്നറിയില്ല, എന്തായാലും ഞാൻ സ്ക്രീനിൽ എഴുതാം. ഈ വാട്ടർഫാൾ ഉള്ളത് ടാലിന്ന് 25 കിലോമീറ്റർ ഈസ്റ്റ് ആയിട്ടാണ്. നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ടാലിൻ്റെ അടുത്തൊരു ഇങ്ങനെ ഒരു വാട്ടർഫാൾ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം വന്ന് കാണണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആ വാട്ടർഫാളിൻ്റെ പിന്നിലായിട്ടുള്ള സെഡിമെൻറ്റഡ് ലൈംസ്റ്റോൺ ആണ് ഈ വാട്ടർഫാളിന് ഇങ്ങനെയുള്ള ഒരു കളറ് തോന്നിക്കാൻ കാരണം എന്നാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്, ഡ്രൈവർ പറഞ്ഞത്. പക്ഷേ കുറച്ച് ചളിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ വാട്ടർഫാളിൻ്റെയും എൻ്റെയും ഷാളിൻ്റെയും കളർ ഒരുപോലെയാണെന്ന് തോന്നുന്നു. ഈ വാട്ടർഫാള് നല്ല വിൻ്ററിൽ നല്ല തണുപ്പുള്ള സമയത്ത് മുഴുവനും ഐസായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തണുപ്പുള്ള സമയം എന്ന് പറയുമ്പോൾ ഇന്ന് തണുപ്പില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇന്നത്തെ ടെമ്പറേച്ചർ 5 ഡിഗ്രി ആണ്. 5 ഡിഗ്രി ആണെങ്കിലും കാറ്റ് കാരണം 0 ഡിഗ്രി ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് അത് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം നല്ല തണുപ്പുള്ള സമയം, -ഡിഗ്രി ഒക്കെ വരുന്ന സമയത്ത് സ്നോ ഒക്കെ വീണിട്ട് ആ ഫാളൊക്കെ ഐസ് കട്ടിയായിട്ട് കിടക്കുന്ന സമയമുണ്ടാവും. ആ സമയത്ത് ഒന്ന് വന്ന് കാണണം, പറ്റുമെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും അത്. നമ്മളിപ്പോൾ എസ്റ്റോണിയയുടെ ഉൾപ്രദേശത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്റ്റോണിയയിലെ വീടുകളും കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ വീടുകൾ പോലെയോ കെട്ടിടങ്ങൾ പോലെയോ ഒന്നും ആയിരുന്നില്ല. ശരിക്കും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എസ്റ്റോണിയയിലെ മറ്റൊരു പ്രശസ്തമായ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. പാർണു എന്നാണ് ഈ സിറ്റിയുടെ പേര്. ഇതൊരു വിനോദസഞ്ചാര നഗരമാണ്. ബാൾട്ടിക് സമുദ്ര തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാർണു എസ്റ്റോണിയയുടെ സമ്മർ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. കാരണം വേനൽക്കാലത്ത് ഇവിടെ വലിയ തോതിൽ ടൂറിസ്റ്റുകൾ എത്താറുണ്ട്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു മനുഷ്യനെയും കാണുന്നുണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഓർത്തത് ഇന്ന് ഞായറാഴ്ചയാണല്ലോ എന്ന്. പിന്നെ നല്ല തണുപ്പും. വേനൽക്കാലത്തായിരുന്നെങ്കിൽ ഇവിടെ വേനൽക്കാല മേളകളും സംഗീത പരിപാടികളും ബോട്ടിങ്, സൈക്ലിങ്, കൈറ്റ് സർഫിങ് അങ്ങനെ പല വിനോദസഞ്ചാര പരിപാടികൾ ഉണ്ടാവാറുണ്ട് ഈ സ്ഥലത്ത്. ഇവിടെ ഇപ്പോൾ സെൻട്രലിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ കാണാം. ചിലപ്പോൾ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നിരിക്കണം, സമയം കഴിഞ്ഞപ്പോൾ അത് നീക്കിയതായിരിക്കാം. അവിടെ ഒരു കാഴ്ച കണ്ടു, ഒരു യെല്ലോ ഷീറ്റിൽ എന്തോ എഴുതിയിരിക്കുന്നതായിട്ട്. അതിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എസ്റ്റോണിയയുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനിഫെസ്റ്റ് ആണ്. അതായത് എസ്റ്റോണിയയുടെ ജനങ്ങളോടുള്ള പ്രമാണം. മാനിഫെസ്റ്റ് എയ്സ്റ്റിമ റെഹ്വാസ്റ്റെലെ അങ്ങനെ എന്തോ ആണ് അത് വായിക്കാം. 1918 ഫെബ്രുവരി 23 പാർണു നഗരത്തിലെ ഇൻറ്റ്ല തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഈ പ്രസ്താവന ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. ഈ പ്രമാണത്തിൽ എസ്റ്റോണിയയെ സ്വാതന്ത്ര്യവും ജനാധിപത്യപരവുമായ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതായിരുന്നു. അതായത് റഷ്യൻ സാമ്രാജ്യത്തിൽ നിന്നും വേർപിരിഞ്ഞു എന്നതിനുള്ള പ്രമാണം. അതൊക്കെ കണ്ടിട്ട് പാർണു നഗരവീതിയിലൂടെ ഞങ്ങൾ നടന്നു. ഒരുവിധം കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളോട് ഡ്രൈവർ പറഞ്ഞത് നിങ്ങളിങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഒരു ചേർച്ച് കാണാം, അതിനടുത്തായിട്ട് ഞാൻ കാറ് പാർക്ക് ചെയ്തോളാം എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാർണുവിടെ ആരും ഇല്ലാത്ത വഴിയിലൂടെ നടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളും അടച്ചിട്ടാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. അതിലൊരു ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ അതിൽ നിന്ന് വാങ്ങിയതാണ് ഈ കാണുന്ന തൊപ്പി. ഞങ്ങളുടെ ഡ്രൈവർ നല്ലൊരാളായിരുന്നു. ഞങ്ങൾ ആളെ ഇന്നലെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആൾ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് വേണം, ഞാൻ അവിടെ വന്നിട്ട് ഞാൻ പറ്റിക്കപ്പെട്ടാലോ, നിങ്ങളവിടെ ഇല്ലെങ്കിലോ എന്നൊക്കെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇയാളെന്തേ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ. ഇന്ന് ഞങ്ങളെ കൂട്ടാൻ വന്നപ്പോഴാണ് മനസ്സിലായത് ആൾ റിഗയിൽ നിന്നാണ് വന്നത് ഈ ടാലിനിലേക്ക്. അതാണ് ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നമ്മൾ അവിടെ ഇല്ലെങ്കിലോ എന്ന്. നടക്കുന്നതിനിടയിൽ ഒരു സ്കൾപ്ചർ കണ്ടു. ജോഹൻ വോൾഡെമാർ ജാൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയാണ്.
അദ്ദേഹം ഗ്രേറ്റ് ഫോർ ഫാദർ ഓഫ് എസ്റ്റോണിയൻ കൾച്ചർ, ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഡ്രൈവർ പറഞ്ഞ ചേർച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ദൂരെ കാണുന്നതാണ് ചേർച്ച്. ചേർച്ചിൻ്റെ പേര് സെയിൻറ്റ് കാത്തറീൻ ചേർച്ച് എന്നാണ്. അവിടെ ഒരു പ്ലേ ഏരിയ കണ്ടപ്പോൾ മോള് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണമെന്ന്. അങ്ങനെ ഈ ഷാരിറ്റ് പോലെയുള്ള സാധനമില്ലേ, അവിടെ പിടിച്ചപ്പോൾ തന്നെ മോള് പറഞ്ഞു വേണ്ടാന്ന്. കാരണം അത്രക്കും തണുപ്പായിരുന്നു അത്. അധിക നേരമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പിന്നീട് നമ്മൾ ലാറ്റ്വിയയിലേക്ക് കടന്നു. ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ ബോർഡർ ക്രോസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പാർനോന്ന് ഏകദേശം 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളൊരു കാസിൽ കാണാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ആദ്യം പോയി ടിക്കറ്റിൻ്റെ പ്രൈസൊക്കെ അന്വേഷിച്ചു. അവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, മഞ്ഞുകാലത്ത് ഈ കാസിൽ എങ്ങനെയാണ് കാണാമെന്നുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾക്ക് കാസിലിൻ്റെ ഏതൊക്കെ ഭാഗത്ത് പോവാന്നൊക്കെ പറഞ്ഞു തന്നു. ഇരുട്ടായിട്ടുണ്ട്, എത്രമാത്രം കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. റിഗയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കാസിലുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാസിൽ കാണാനായിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ സമയം വൈകിട്ട് 4 മണിയാണ്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ താഴ്വര കാണാൻ പറ്റുമായിരുന്നു. ഇരുട്ടാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ് ഈ കാസിലുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടെ വെളിച്ചമുള്ള സമയത്ത് വന്നിരുന്നെങ്കിൽ ആ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയേനെ. കാസിലിലേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ചില മരങ്ങളിൽ എന്തോ ഇങ്ങനെ ഡെക്കറേഷൻ സാധനം തൂക്കിയിട്ടുണ്ടായിരുന്നു. അതിനെന്തോ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ നടന്നിട്ട് ആദ്യം തന്നെ എത്തുന്നത് ഒരു എക്സിബിഷൻ ഹാളാണ്. കുറച്ച് നേരത്തെ ഒരു ചേർച്ച് കണ്ടിരുന്നെങ്കിലും അങ്ങോട്ടേക്ക് പോയിരുന്നില്ല. ആദ്യം കാസിലൊക്കെ കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് ഇരുട്ടാകുന്നതിന് മുമ്പ്. പക്ഷെ എക്സിബിഷൻ ഹാൾ കണ്ടപ്പോൾ എക്സിബിഷൻ ഹാളിൽ കയറി. ഈ എക്സിബിഷൻ ഹാളിലുള്ളത് ആർക്കിയോളജിക്കൽ ഡിസ്പ്ലേ ആണ്. കോട്ടയ്ക്ക് ചുറ്റും ഖനനം ചെയ്ത സമയത്ത് കിട്ടിയ പുരാവസ്തുക്കൾ, പാത്രങ്ങൾ, കല്ലുകൾ, രൂപങ്ങൾ, പിന്നെ കോയിനുകൾ, അതൊക്കെയുള്ള പ്രദർശനവും പിന്നെ അവയുടെ ചരിത്രങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ് ഈ സ്ഥലം. പഴയകാല ലാറ്റ്വിയൻ ജീവിതശൈലി തെളിയിക്കുന്ന ക്ലേ ആൻഡ് സെറാമിക് പാത്രങ്ങൾ, പിന്നെ വെള്ളത്തിൻ്റെ കുപ്പികൾ, അടപ്പ് പാത്രങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു. പിന്നെ ആ കാലത്ത് പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിരുന്ന ചെമ്പ് കൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ആഭരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആയുധങ്ങളുണ്ടായിരുന്നു. അതിൽ കത്തി, അമ്പ്, ആണി, പിന്നെ കുതിരയുടെ ഉപകരണങ്ങൾ ഇവയെല്ലാം ഉണ്ടായിരുന്നു പ്രദർശനത്തിൽ. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, മലയാളികളിൽ പലരും ട്രിപ്പ് പോകുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊന്നും പോവാറില്ല, പ്രത്യേകിച്ച് എക്സിബിഷൻ ഹാളുകളിലൊന്നും. കാരണം അവരൊക്കെ വരുന്നത് നാട് കാണാനും ഭംഗി കാണാനൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് വ്യത്യാസമാണ്. ഞങ്ങൾ കുറച്ച് ഹിസ്റ്ററി അറിയണം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കയറും. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കാസിലിലേക്ക് നടന്നു. ഞാൻ ഇത്ര നേരമായിട്ടും ഈ കാസിലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ടുറൈദ കാസിൽ എന്നാണ് ഈ കാസിലിൻ്റെ പേര്. കാസിലിലേക്ക് നടക്കുന്ന വഴിക്കുള്ള വലതുവശം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് അതൊരു താഴ്ചയാണ്. എങ്ങാനും ഇരുട്ടത്ത് കാല് വഴുക്കിയിട്ടുണ്ടെങ്കിൽ ആ കിടക്കും നമ്മൾ താഴെ. അത്രക്കും താഴ്ചയുണ്ട് അത്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ ക്യാമറയിൽ അത് പതിഞ്ഞിട്ടില്ല, ഇരുട്ടായതുകൊണ്ട് ഇത്രയായിട്ട് വ്യക്തമാകുന്നില്ലെങ്കിലും നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഈ കാസിലുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. ഗ്വാജ നാഷണൽ പാർക്കിലാണ് ടുറൈദ കാസിൽ ഉള്ളത്. ടുറൈദ എന്നതിൻ്റെ അർത്ഥം ഗോഡ്സ് ഗാർഡൻ എന്നാണ്. ആൻഷ്യൻറ്റ് ലിവോണിയൻ ലാംഗ്വേജ് ആണത്. 1214 റിഗയിലെ ആർച്ച് ബിഷപ്പായ ആൽബർട്ട് ആണ് ഇത് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം നിരവധി പുനർനിർമ്മാണങ്ങളും പുതുക്കലുകളൊക്കെ നടന്നിട്ടുണ്ട്. ചുവപ്പ് നിറത്തിലുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് ഈ കാസിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഗോത്തിക് ശൈലിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഇനി നമുക്കിതിൻ്റെ മെയിൻ ടവറിലേക്ക് കടക്കാം.
ഇതിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓർത്തത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു പേടിപ്പിക്കുന്ന മ്യൂസിക് കൂടി ഉണ്ടെങ്കിലേ അടിപൊളിയായേനെ. കാരണം നിഷാദും മക്കളും ആദ്യമേ നടന്നു, ഞാൻ ഒറ്റക്കാണ് നടക്കുന്നത്. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഒറ്റക്കാണ് ഞാൻ നടന്ന് എല്ലാ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഒരു എന്തോ ഒരു അന്തരീക്ഷമായിരുന്നു എനിക്ക് ചുറ്റിലും ഉണ്ടായിരുന്നത്. ഈ കാസിൽ ഇപ്പോൾ എക്സിബിഷൻ ഹാളും മ്യൂസിയവുമായിട്ടൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിന് 5 പ്രധാന ഭാഗങ്ങളാണുള്ളത്. എക്സിബിഷൻ ഹാള്, പിന്നെ വോൾട്സ് ആൻഡ് സ്റ്റോർ റൂം, വ്യാപാര റൂമുകൾ, പിന്നെ വ്യൂ ടവർ, അതായത് മെയിൻ ടവർ ഞാനിപ്പോൾ ഉള്ളത്, പിന്നെ ഉള്ളത് ആർക്കിയോളജിക്കൽ ഡിസ്പ്ലേ നമ്മൾ നേരത്തെ കണ്ടത്. എത്ര സ്റ്റെപ്പ് കയറി എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരുപാട് കയറിയാണ് ഇങ്ങോട്ട് മുകളിലെത്തിയത്. ഏറ്റവും മുകളിൽ നിന്ന് നല്ല വ്യൂ ഉള്ളതാണ്. ഇരുട്ടായത് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. എന്തായാലും ഞാൻ മുകളിലേക്ക് നടന്നു. ഇതിൻ്റെ ഉള്ളൊക്കെ എന്താണെന്ന് അറിയണ്ടേ, അതിനായിട്ട് ഏറ്റവും മുകളിലേക്ക് തന്നെ പോകാൻ ഞാൻ തീരുമാനിച്ചു. ആദ്യമൊക്കെ തടിയിൽ തീർത്ത സ്റ്റേഴ്സ് ആയിരുന്നെങ്കിലും പിന്നെ കല്ലുകൊണ്ടുണ്ടാക്കിയ സ്റ്റേഴ്സ് തന്നെയായിരുന്നു. കുറച്ച് ഇടുങ്ങിയതായിരുന്നു സ്റ്റേഴ്സൊക്കെ മുകളിലേക്ക് എത്തും തോറും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് എൻ്റെ ആയാസപ്പെട്ടുള്ള ശ്വാസം വലിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ആരുമില്ല, ഞാൻ മാത്രമാണ് ഇങ്ങനെ മുകളിലേക്ക് നടക്കുന്നത്. വിസിറ്റേഴ്സ് ഒന്നും അധികം ഇല്ല ഈ ഭാഗത്തൊന്നും. അങ്ങനെ അധികം വിസിറ്റേഴ്സ് ഒന്നും ഉണ്ടാവാറില്ല എന്ന് തോന്നുന്നു. ഞാൻ മലയാളത്തിൽ ആരും ഈ ഒരു സ്ഥലം വ്ളോഗ് ചെയ്തതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു ഭാഗത്ത് പെയിൻറ്റിങ് പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ നിന്നുള്ളയും കോളേജിൽ നിന്നുള്ളയും സ്റ്റുഡൻസിൻ്റെ പെയിൻറ്റിങ്ങുകളായിരുന്നു. അതിൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, സ്കൂളിൻ്റെയും കോളേജിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള കാസിൽ പോലെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഈ കാസിൽ കാണാൻ വരരുത്. ലാത്വിയ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും അത്ര റിച്ച് ആയിട്ടുള്ളൊരു കൺട്രി അല്ലല്ലോ. അപ്പോൾ അത്രക്കുമുള്ള ഗാംഭീര്യമൊന്നും ഈ കാസിലിന് ഉണ്ടാവില്ല. ജോർജിയയിലൊക്കെ കണ്ടിട്ടുള്ള കാസിലുകളുടെ ഒരു രൂപമാണ് ഈ കാസിലിന് എനിക്ക് തോന്നിയത്. ഇത്ര അധികം സ്റ്റേഴ്സ് കയറിയിട്ടും നമ്മൾ ഇതുവരെ ഏറ്റവും മുകളിൽ എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഞാൻ ഈ കാസിലിൻ്റെ വീഡിയോ വിശദമായി എടുക്കാൻ കാരണമുണ്ട്. ഒരുവിധ ആളുകളൊന്നും ലാത്വിയയിലേക്കും ലിത്വാനിയയിലേക്കൊന്നും ടൂർ പേർപ്പസിന് വരാൻ ചാൻസ് ഇല്ല. ഇവിടെ ജീവിക്കുന്നവർ ഒക്കെ ആയിരിക്കും ഈ ഇങ്ങനെ കോട്ടകളിലൊക്കെ ഈ കാസിലൊക്കെ കാണാനായിട്ട് വരിക. അല്ലാത്ത നമ്മളെപ്പോലുള്ള ആളുകളൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ അധികം ചാൻസ് ഇല്ല. അപ്പോൾ അവർക്ക് ഈ കാഴ്ചകളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വിശദമായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഗോജ താഴ്വര മുഴുവനായിട്ട് കാണാൻ പറ്റും. ഇരുട്ടായതുകൊണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. പകലായിരുന്നെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ച കിട്ടിയേനെ. അവിടുന്ന് ഇറങ്ങി വേറൊരു എക്സിബിഷൻ ഹാളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി. എനിക്കറിയാം ഇത്തരം കാഴ്ചകൾ പലർക്കും ബോറടിയാണെന്ന്. എൻ്റെ വീഡിയോ ഒന്നും ആരും അധികം കാണാൻ ചാൻസ് ഇല്ല. എങ്ങാനും ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കൊക്കെ കാണുകയാണെങ്കിൽ, ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്നവർക്ക്, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതൊരു ഉപകാരമാവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും വിശദമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഇതും ഒരു പ്രദർശന ഹാളായിരുന്നു. ഇവിടെ കുറേ പെയിൻറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. കൂടാതെ വസ്ത്രങ്ങൾ, പഴയകാലത്തെ വസ്ത്രങ്ങളുടെ പ്രദർശനം ഉണ്ടായിരുന്നു. പിന്നെ സൈന്യത്തിൻ്റെ വേഷത്തിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതും ഒരു ടവർ പോലെ തന്നെയാണ്. കുറേ സ്റ്റെപ്പ് കയറിയിട്ട് അടുത്ത നിലയിൽ പോകാം. അവിടെയും പ്രദർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ കുറച്ചുകൂടെ ആഡംബരങ്ങളായ വസ്തുക്കളായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ഒരു എക്സിബിഷൻ ഹാളിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമ്മൾ ഖനനം ചെയ്ത് എടുത്ത സാധനങ്ങളൊക്കെയായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ കാസിലിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പഴയകാല പാത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ കണ്ടു.
ഞാൻ തോന്നുന്നു എന്ന് പറയാൻ കാരണം ഒരുപാട് നടന്ന സാധനങ്ങളൊക്കെ കണ്ടതുകൊണ്ട് പിന്നെ ഒന്നും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആയിരിക്കാം എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, മോൾ അവിടെ ഇരുന്നിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്. അവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ കുട്ടികൾക്ക് നമുക്ക് ആർക്ക് വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തിട്ട് അവിടെ വെക്കാം, നമുക്ക് നമ്മളുടെ പേരൊക്കെ എഴുതിയിട്ട് അവിടെ വെക്കാം, അത് അവർ പ്രദർശിപ്പിക്കും. അങ്ങനെ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടുന്ന് മോള് കുറച്ച് ചിത്രമൊക്കെ വരച്ച് അവിടെ പേരൊക്കെ എഴുതിയിട്ട് വെച്ചു. ഈ കാസിൽ നിർമ്മിച്ച ആർച്ച് ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നത്. ഇതാ മോളുടെ ചിത്രം വരെ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ആളെവിടെ പോയാലും ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തും. പിന്നെയും സ്റ്റേഴ്സ് കണ്ടു. ഒരുപാട് സ്റ്റേഴ്സ് കയറിയ സ്ഥിതിക്ക് എനിക്ക് മടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്തോ അറിയില്ല, ഞാൻ എല്ലാ സ്റ്റേഴ്സും കയറിയ മുകളിൽ എന്താണെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഒരു എക്സിബിഷൻ ആൾ തന്നെയാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ മറന്നുപോയിട്ടുണ്ട്, ഈ കാസിലൊരു ചാപ്പലുണ്ട്, അത് ഞങ്ങൾ പോയിട്ടില്ല. ചാപ്പൽ എവിടെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കാസിലേക്ക് വരുന്ന വഴിക്ക് ഒരു ചേർച്ച് കണ്ടിരുന്നു, അതാണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്ത് ഡോറ് തുറന്ന ഉടനെ തന്നെ സ്റ്റെപ്പാണ്. നിഷാദ് ഡോറ് തുറന്ന് കാലെടുത്ത് വെച്ചത് അടുത്ത സ്റ്റെപ്പിലായിപ്പോയി. അങ്ങനെ നിഷാദ് താഴത്തേക്ക് ഊർന്ന് വീണു. ഞങ്ങൾ ചെറുതായൊന്ന് പേടിച്ചു. അപ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റിഗയിലേക്ക് തിരിച്ചു. രാത്രിയിൽ കാണാൻ റിഗ നല്ല ഭംഗിയുണ്ട്. പകൽ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല, കാരണം ഇന്ന് രാത്രി മാത്രമേ ഞങ്ങൾ റിഗയിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ രാവിലെ നമ്മൾ വീണ്ടും യാത്ര പുറപ്പെടുകയാണ് ലാത്വിയയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളല്ലാതെ പകൽ വെളിച്ചത്തിൽ റിഗ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു പണി കിട്ടിയതായിട്ട് മനസ്സിലായത്. നിഷാദ് റൂം ബുക്ക് ചെയ്യുമ്പോൾ ഡേറ്റ് മാറിപ്പോയി. അടുത്ത മാസത്തേക്കുള്ള ഡേറ്റിലാണ് നിഷാദ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളൊരു ഫാമിലി സ്വീറ്റായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒഴിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ഡബിൾ ബെഡ്റൂം റൂം എടുത്തു. അപ്പോൾ മക്കളും ഞങ്ങൾ എല്ലാവരും ഈ റൂമിൽ തന്നെ ഇന്ന് കഴിയാൻ തീരുമാനിച്ചു. അത്യാവശ്യം സൗകര്യമുള്ള നല്ല നീറ്റ് റൂമായിരുന്നു. ഒരു ദിവസത്തേക്കല്ലേ, അപ്പോൾ ഇത്രയൊക്കെ വലുപ്പം മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇനി റിഗയിലെ ക്രിസ്മസ് മാർക്കറ്റ് കാഴ്ചകളും ലാറ്റ്വിയയിലെ മറ്റു കാഴ്ചകളുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.